വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അതീവ സുരക്ഷാ മേഖലയായ ശബരിമല സന്നിധാനത്ത് കോസ്റ്റ് ഗാർഡിന്റെ ചേതക് ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത്. 4ഓളം പേർ ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ എത്തിയതിനെക്കുറിച്ച് പമ്പ പോലീസിനോ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ല. വിഷയം അതീവ ഗൗരവതരമാണെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഹൈക്കോടതിയിൽ അറിയിച്ചു. ഹെലികോപ്റ്ററിലുണ്ടായിരുന്നവർ ശ്രീകോവിലിന്റെയും മറ്റ് പ്രധാന ഭാഗങ്ങളുടെയും ദൃശ്യങ്ങൾ പകർത്തിയോ എന്ന കാര്യത്തിൽ പോലീസിനും സ്പെഷ്യൽ കമ്മീഷണർക്കും സംശയമുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ വിശദമായ അന്വേഷണത്തിന് ADGP S ശ്രീജിത്തിന് നിർദ്ദേശം നൽകി. സംഭവത്തിന് പിന്നാലെ ശബരിമലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് കോസ്റ്റ് ഗാർഡിന്റെ ചേതക് ഹെലികോപ്റ്റർ പറന്ന സംഭവത്തിൽ പമ്പ പോലീസ് കേസെടുത്തു. അതീവ സുരക്ഷാ മേഖലയിൽ മുൻകൂർ അനുമതിയില്ലാതെ പ്രവേശിച്ച് ഭീതി പടർത്തിയെന്നാണ് FIRൽ വ്യക്തമാക്കുന്നത്. അതേസമയം മനഃപൂർവ്വമല്ല സന്നിധാനത്തിന് മുകളിൽ എത്തിയതെന്നാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിശദീകരണം. ഏതെങ്കിലും പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായല്ല ഹെലികോപ്റ്റർ എത്തിയത്. അന്തരീക്ഷം മേഘാവൃതമായതിനെ തുടർന്ന് ദിശ തെറ്റുകയായിരുന്നു. റഡാർ സംവിധാനത്തിനു പകരം പൈലറ്റിന്റെ കാഴ്ചയെ മാത്രം ആശ്രയിച്ചു പറക്കുന്ന രീതിയിലായതിനാലാണ് ദിശ മാറി സന്നിധാനത്തിന് മുകളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നതെന്നും കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട.